ഹായ് ഗൈസ്, നമ്മളിന്ന് റേസിംഗ് റാലി എന്ന് പറയുന്ന ഒരു RC കാറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് തെമൂന്നാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. ഇതിൽ ഏകദേശം ഒരു 7ഓളം മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയത് ഈ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിൽ എടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജറാണ് കാറ് വരുന്നത്, പിന്നെ റിമോട്ടിൽ ബാറ്ററി ഉണ്ട്. അപ്പം നമുക്കിത് ഡ്രിഫ്റ്റ് കാറാണ്, 4 വീൽ ഡ്രൈവ്. പുറത്ത് വേറെ കാര്യങ്ങളൊന്നും മെൻഷൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റിമോട്ട് 2.4 ആണ് വരുന്നത്. അതുപോലെ 4 വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് 20 മിനിറ്റ്സാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റാമെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പേ RC കാർ നമുക്ക് ഏകദേശം 30 മിനിറ്റ്സോളം കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്തോ. ഇത് 1/24 സ്കെയിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് രണ്ടുകൂടി ഒപ്പരം നടക്കായിട്ടാണ് കേട്ടോ. വണ്ടീൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ പണ്ടേ നോക്കല്ലോ. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കിയോ. കുറച്ച് ഡ്രിഫ്റ്റിംഗ് ഐറ്റംസും അതുപോലെ റിമോട്ടും കാര്യമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് ഡ്രിഫ്റ്റിംഗ് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വണ്ടിയിൽ ഇരിക്കുന്നത് ഡ്രിഫ്റ്റിംഗ് ടയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റബ്ബർ ടയേഴ്സും അതുപോലെ ഡ്രിഫ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വണ്ടീൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് ഇത് വയ്ക്കണം അല്ലേ, അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തു. ഇതാണ് കേട്ടോ ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. മറ്റേ നമ്മളെ ഈ ഒരു റിമോട്ടിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായും. ഇതിലങ്ങൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഡ്രിഫ്റ്റ് ഓൺലി. അപ്പോൾ നമുക്കിതിൽ ബാറ്ററി ഇടാം. ഇനി ഇതിൽ ചാർജ് ഉണ്ടാവില്ല, നോക്കി നോക്കാം. ചാർജ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചാർജ് ചെയ്തിട്ട് ഡ്രിഫ്റ്റിംഗ് ഡീറ്റെയിൽസൊക്കെ കാണിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചാർജ് ചെയ്യാം. ഇതിലിടാനുള്ള ബാറ്ററി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ RC കാറിൻ്റെ ചാർജറാണ് കേട്ടോ, കേബിള്. അപ്പോൾ ഇപ്പോൾ ഉള്ള അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജ് ഫുള്ളായാൽ ഈ റെഡ് ലൈറ്റ് പോകട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഫുള്ളായി മനസ്സിലാവും. അപ്പോൾ നമുക്ക് പോരാം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റിംഗ് ടയർ ആയതുകൊണ്ട് കാർപ്പറ്റ് നിറക്കാൻ ഏശ്വർ പണിയുണ്ട്. അപ്പോൾ ഇതിൽ കിറക്കണമെങ്കിൽ റബ്ബർ ടയർ വേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, സംഭവം അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ആകുന്നുണ്ട്. ഇത് ടൈൽസിൽ കിറക്കാനുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഡ്രിഫ്റ്റ് ടയർ ആയതുകൊണ്ട് ഒറ്റ കയ്യിലായതുകൊണ്ടാണ് നമുക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാനായിട്ട്. സംഭവം കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.